ഹലോ, നല്ല ഫ്രഷ് ചെമ്മീന് മുരിങ്ങക്കോലിട്ട് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ചെമ്മീൻ നന്നായിട്ട് പച്ചവെള്ളത്തിൽ 2-3 പ്രാവശ്യം നിങ്ങൾ ആദ്യമേ കഴുകിയെടുക്കണം. എന്നിട്ട് അതിൻ്റെ കണ്ണിന് താഴെ വെച്ച് കണ്ടിച്ച് മാറ്റുക. പിന്നെ അതിൻ്റെ ടെയിലും ഇത് കണ്ടിക്കുമ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. കാരണം അതിൻ്റെ തലയുടെ ഭാഗത്തൊരു നല്ല മൂർച്ചയുള്ള മുള്ളുണ്ട്. അപ്പോൾ അത് കയ്യിൽ കൊള്ളാതെ നോക്കണം. ഒന്നുകൂടെ കാണിക്കാം. കണ്ണിന് താഴെ വെച്ച് തുടങ്ങുക. എന്നിട്ട് അതിൻ്റെ ചെറിയ കാലുകളും ടെയിലും കണ്ടിച്ച് മാറ്റുക. നന്നായിട്ട് ആദ്യമേ കഴുകിയെടുക്കണം. പിന്നെ തല ഇട്ട് കറി വെക്കുന്നത് വളരെ കുറവായിട്ടാണ് കണ്ടിരിക്കുന്നത്. എല്ലാവരും തലയുടെ ഭാഗം തൊട്ടേ ആദ്യമേ ഒടിച്ച് മാറ്റാറുണ്ട്. പിന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നന്നായിട്ട് ഒന്നുകൂടി നല്ലതായിട്ട് പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കുക. കാരണം നമ്മളിത് തൊണ്ട് പൊളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴുകുന്നില്ല. അപ്പം നിങ്ങൾ തലയുടെ ഭാഗത്തുനിന്ന് തൊണ്ട് പൊളിക്കാൻ തുടങ്ങുക. അപ്പം തലയുടെ ഭാഗത്തൊരു ഓറഞ്ച് ലിക്വിഡ് കാണുവാണെങ്കിൽ അത് നമ്മൾ പിടിക്കുന്നതിൻ്റെയൊക്കെ പ്രഷർ കൊണ്ടാവാം. ഒന്നുകൂടെ കഴുകിയെടുത്താൽ മതി. പിന്നെ ഇങ്ങനെ താഴേക്ക് ടേലിൻ്റെ അവിടം വരെ പൊളിച്ച് മാറ്റുക തൊണ്ട്. അപ്പോൾ ഇതിൻ്റെ മുതുകത്തൂടെ ഒരു വെയിൻ പോകുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് മിക്കവരും റിമൂവ് ചെയ്തും കാണാറുണ്ട്. പക്ഷേ അത് ഓരോ പേഴ്സണൽ പ്രിഫറൻസാണ്. ഇപ്പം നിങ്ങൾക്ക് വയറുവേദന ചെമ്മീൻ കഴിച്ചാൽ വയറുവേദന എടുക്കുന്നവരാണെങ്കിൽ അത് തീർച്ചയായും റിമൂവ് ചെയ്യണം. അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. കാരണം നമ്മളിത് നന്നായിട്ട് കുക്ക് ചെയ്താണ് എടുക്കുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇനിയിപ്പോൾ ഇത് നമുക്കൊരു ചട്ടിയിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ ഏതാണോ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രം അതിലേക്ക് മാറ്റുക. ഒരു 2 മുരിങ്ങക്കോല് ചെറുതായിട്ട് കഷ്ണിച്ച് ചേർത്ത് കൊടുക്കുക. 1 പിടി തേങ്ങാക്കൊത്തും. ഇനി നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് നല്ല പുളിയുള്ള പച്ചമാങ്ങ കിട്ടുവാണെങ്കിൽ അതാണെങ്കിലും മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 3-4 കഷ്ണം കുടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2-2.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണിലും താഴെ ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെയാണ്. അപ്പോൾ അതിൽ ഇഞ്ചിക്ക് നിങ്ങൾ ഒട്ടും ദാരിദ്ര്യം കാണിക്കേണ്ട. ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3-4 വെളുത്തുള്ളി, ഒരു ചെറിയ സവോള. ഇത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. എന്നിട്ടിത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇഞ്ചിക്ക് ഒട്ടും പഞ്ഞം കാണിക്കണ്ട എന്ന് പറഞ്ഞത് നമ്മുടെ വയറുവേദനയൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരു ടിപ്പായിട്ട് എടുക്കുക. പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് ഇത് നന്നായിട്ട് യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണയോ വെജിറ്റബിൾ ഓയിലോ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒരു കുറച്ച് വെള്ളം, ഒത്തിരി വെള്ളം വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുക്ക് ചെയ്യുക. കാരണം നമ്മൾ വെയിൻ റിമൂവ് ചെയ്യാതെയാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് കുക്ക് ചെയ്യുക. വൺസ് ഇതൊന്ന് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. കടുക് പൊട്ടിച്ച് സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. കറി റെഡിയാണ്. ചെമ്മീൻ ശരിക്കും അതൊന്ന് ഒരുക്കാനുള്ള പ്രയാസമേ ഉള്ളൂ. കറി വയ്ക്കാൻ ഭയങ്കര ഈസിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. നിങ്ങൾക്കിത് ഏതിൻ്റെ കൂടെ വേണില്ല, അതായത് കപ്പയോ നല്ല ചൂട് ചോറോ അതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫ്രഷ് തേങ്ങയാണെങ്കിൽ 2-ാം പാൽ ഒഴിച്ച് കുക്ക് ചെയ്യുക. എന്നിട്ട് വൺസ് വെന്ത് കഴിയുമ്പം 1-ാം പാൽ ചേർത്ത് നിങ്ങൾക്ക് കടുക് പൊട്ടിച്ച് വാങ്ങാവുന്നതാണ്. ടിപ്സ് എല്ലാം ഞാൻ കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹെഡ് ഇട്ട് നിങ്ങൾ ചെമ്മീൻ ഒന്ന് കറി വയ്ക്കുക. ഫ്രോസനും ഈ രീതിയിൽ തന്നെ വയ്ക്കാം. അത് നിങ്ങൾക്ക് ഫ്രോസൺ നമ്മുടെ ഹെഡില്ലാതെയാണല്ലോ കിട്ടുന്നത്. പിന്നെ വൺസ് നമ്മൾ ഹെഡ് ഇട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാലും വൺസ് ഇത് വെന്ത് കഴിയുമ്പോൾ ഹെഡ് അതിൽ നിന്ന് വേർപെട്ട് പോകും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ സഹായകമായി എന്ന് ഞാൻ കരുതുന്നു.